ഹിസ്കിയാവ് ഇവിടെ കിടന്ന് സ്വപ്നം കാണുമായിരുന്നു. പക്ഷെ കാറ്റ് പോറായി കിടക്കുക. യെശയ്യാവ് വന്നിട്ട് പറഞ്ഞു, ഹിസ്കിയാവേ മോനെ രാജാവേ, നിന്റെ കാറ്റ് പോറായി. അവൻ വീട്ടിലെ കാര്യമൊക്കെ സ്വത്തൊക്കെ വല്ലതും വീതം വെക്കാനുണ്ടെങ്കിൽ മറ്റു മക്കൾക്കെല്ലാം കൊടുക്കുക. പുതിയ രാജാവിന്റെ കാര്യം എന്നെ കൊണ്ട് നീ ആലോചിക്കുക. അവൻ ഉടനെ നീ മരിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും പറയാൻ ദൈവം എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഡൺ മൈ ജോബ്, ഗുഡ് ബൈ, ഗുഡ് ലക്ക് എന്നും പറഞ്ഞ് യെശയ്യാവ് നേരെ തിരിച്ച് വന്ന സ്പീഡിൽ തിരിച്ചു പോവുകയാണ്. ഹിസ്കിയ രാജാവ് ഇത് കേട്ട മാത്രയിൽ ചുമരിനോട് മുഖം ചേർത്ത് തിരിഞ്ഞ് മുഖം ചുമരിനോട് ചേർത്ത് വെച്ച് കരയുകയാണ്. അയ്യോ ദൈവമേ, എനിക്ക് മരിക്കണ്ട, എനിക്കിനിയും ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഹിസ്കിയാവ് കരയുകയാണ്, മുഖം ചുമരോട് ചേർത്ത് വെച്ചുകൊണ്ട്. ഈ ദൂത് പറഞ്ഞ യെശയ്യാവ് പകുതി വഴി തിരിച്ചു പോയി കഴിഞ്ഞു. ഇതാ സ്വർഗത്തിലെ ദൈവം ഹിസ്കിയാവിന്റെ കരച്ചിൽ കണ്ണുനീര് സ്വർഗത്തിലിരുന്ന് കാണുകയാണ്. ഹിസ്കിയാവിന്റെ കരച്ചിൽ സ്വർഗത്തിൽ ദൈവം കേൾക്കുകയാണ്. ഉടനെ ദൈവത്തിന്റെ മാലാഖയെ പറഞ്ഞ് യെശയ്യാവിന്റെ അടുക്കിലേക്ക്, യെശയ്യാവ് നീ നിക്ക് ഓടല്ലേ, നീ തിരിച്ചു ഓടിപ്പോകാതെ. യെശയ്യാവ് നിന്നു. ഒന്നുകൂടെ നീ ഹിസ്കിയാവിന്റെ അടുക്കിലേക്ക് പോകണം. നീ എന്ന് പറയണം, അവന്റെ ആയുസ് നീട്ടിയിരിക്കുന്നു, ഇപ്പൊ മരിക്കുന്നില്ല. യെശയ്യാവ് തിരിച്ചു വന്നു. ഹിസ്കിയാവിന് പറയുകയാണ്, ഹിസ്കിയാവേ, നിന്റെ കണ്ണുനീര് യഹോവയുടെ സന്നിധിയിലെത്തിയിരിക്കുന്നു, നിന്റെ കരച്ചിൽ ദൈവം തമ്പുരാൻ കേട്ടിരിക്കുന്നു, നിന്റെ നല്ല പ്രവൃത്തികളെ കൊണ്ട് ദൈവം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ ആയുസ് 15 സംവത്സരം മുൻപോട്ട് നീട്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് യെശയ്യാവ് തിരിച്ചുപോയി. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നാം ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ വിശുദ്ധ ബലിപീഠത്തിന് മേലെ നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. നമ്മെ കരുതുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം അനുഭവിക്കുന്നത്. വെളിപാട് പുസ്തകം നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായം 7 മുതൽ 10 വരെ വായിക്കുമ്പോൾ, യഹോവേ ദൈവം തമ്പുരാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. യഹോവേ ദൈവം തമ്പുരാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. തുടർന്ന് യഹോവ കൽപ്പിക്കുന്നുണ്ട്, I know you have little strength and you kept my word and you have not denied my name. എനിക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാം, നിന്റെ ശക്തി കുറച്ചേ ഉള്ളൂ എന്ന് എനിക്കറിയാം. നീ എൻ്റെ കൽപ്പനകളെ പാലിച്ചു, എൻ്റെ വാക്കുകളെ ആദരിച്ചു, എൻ്റെ നാമത്തെ നീ നിഷേധിച്ചതുമില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വയ്ക്കുന്നു, ആ വാതിൽ ആർക്കും അടയ്ക്കുവാനായിട്ട് സാധ്യമാവുകയില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, അങ്ങനെ ഒരു വാതിൽ തുറന്നു കിട്ടുവാനായിട്ട് കണ്ണുനീരോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉടയ തമ്പുരാൻ നമ്മുടെ മുൻപിലെ ഒരു വാതിൽ തുറന്നു തരും. തമ്പുരാൻ ഒരു വാതിൽ തുറന്നാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ nobody can close it. നമ്മൾ ഒരുപാട് പങ്കപ്പാടൊക്കെ കഴിഞ്ഞ് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ചില വാതിലൊക്കെ തുറന്നു വെക്കും നമ്മുടെ ജീവിതത്തിൽ. തമ്പുരാനാണ് കൺസൾട്ട് പോലും ചെയ്യാറ്. പക്ഷേ ആരെങ്കിലും വന്നത് കൊട്ടി അടച്ചിട്ട് പോകും. Anybody can close the door. But if God opens the door in front of you in your life, nobody can close it. യോനായുടെ ജീവിതം നമുക്കറിയാം. യോനായുടെ യഹോവ പറഞ്ഞു, യോനായെ നീ നിനവേൽ ചെന്ന് ജനത്തോട് പ്രസംഗിക്കുക. ആ ജനം പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ആ ജനത്തെ മാനസാന്തരപ്പെടുത്തിയെടുക്കണമെന്ന് യഹോവ കൽപ്പിച്ചു. യോന അതെല്ലാം കേട്ട് സന്തോഷത്തോടെ കേട്ട് കുറച്ച് കഴിയുമ്പോൾ യോന സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ചിന്തിച്ചു. അദ്ദേഹത്തിന് യാത്രയൊക്കെ പ്ലാൻ ചെയ്യുകയാണ്, നിലവയ്ക്ക് പോകാനാണ്. അപ്പോഴും അദ്ദേഹം ഓർച്ചിട എന്നോട് ഇത് ആരെ പോകാൻ പറഞ്ഞു? യഹോവയെ ദൈവം തമ്പുരാൻ. ആ പുള്ളിക്കാരൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിക്കും. അവിടെ എല്ലാം പാപം ചെയ്ത് ആകപ്പാടെ പ്രശ്നമായിട്ട് കിടക്കുക. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിക്കും. മക്കളെ, ദൈവകോപം വരാൻ പോകും, മാനസാന്തരപ്പെട്ടുകൊള്ളുക, ദൈവം എല്ലാത്തിനും ഇപ്പം നശിപ്പിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ ജനം ഓർക്കും, ശരിയാണോ, കോവിഡ് കോപം വന്നാൽ എല്ലാം നശിപ്പിക്കപ്പെടും. അപ്പം എന്ത് സംഭവിക്കും? അവരൊക്കെ അവിടെ മാനസാന്തരപ്പെടും. അപ്പം എന്ത് സംഭവിക്കും? ദൈവം വരാൻ അവരോട് എല്ലാം ക്ഷമിക്കും. അപ്പൊ പിന്നെ എൻ്റെ അവസ്ഥ എന്താവും? യോന എങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ജനങ്ങളെ മുമ്പിൽ ഞാൻ വേറെ ഒരു മരമണ്ടനായിത്തീരും. ആളുകൾ പറയും, നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്തായി? നീ ഇപ്പൊ അങ്ങനെ നശിപ്പിക്കും, ഇങ്ങനെ നശിപ്പിക്കും, യഹോവ വരും ഞങ്ങളെ വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്ന് ജനം എന്നോട് ചോദിക്കും. അപ്പൊ യോന ചിന്തിച്ചു, എന്നാ പിന്നെ
നിനവായിലേക്ക് പോകണ്ട, അവരവിടെ കിടന്ന് അറിയിക്കും. അദ്ദേഹം യോപ്പ തുറമുഖത്ത് എന്നിട്ട് നിനവായിലേക്ക് കപ്പലിൽ കയറുന്നതിന് പകരം തർശീഷിലേക്ക് പോകുന്ന കപ്പലിൽ കയറുകയാണ്. കപ്പൽ നീങ്ങി തുടങ്ങിയപ്പോഴേക്കും കാറ്റും കോളുമായി ആകെപ്പാടെ പ്രശ്നമായി കപ്പൽ മുങ്ങുമെന്നായി. കപ്പലുകളെല്ലാവരും ഒരു വലിയ വിശ്വാസത്തിലുള്ളവരായിരുന്നു. ദൈവകോപം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചു. അവർ പറഞ്ഞു, ഇതിൽ ആരുടെയോ നേരെ ദൈവത്തിന്റെ കോപമുണ്ട്, അതുകൊണ്ട് ആരുടെ നേരെയാണെന്ന് കണ്ടുപിടിക്കണം. യോന അപ്പൊ സുഖമായിട്ട് കപ്പലിന്റെ അടുത്തിട്ട് സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്. കപ്പലിലെ യാത്രക്കാരെല്ലാവരുടെ പേരിട്ട് നറുക്കിട്ടു. ആരുടെ പേര് നറുക്ക് വീണു? യോനായുടെ പേര് നറുക്കിൽ വീണു. അപ്പൊ യോനായ്ക്ക് മനസ്സിലായി, ദൈവത്തെ പറ്റിച്ച് കളിപ്പിച്ച് ഞാൻ ഒളിച്ചോടുകയാണ്. ദൈവം എന്നെ വിത്തിൻ നോ ടൈം പിടികൂടിയിരിക്കുന്നു. ആ ജനങ്ങളെല്ലാം തീരുമാനിച്ചു, ഈ അനേകം ആളുകൾ മരിക്കുന്നതിന് പകരം ഈ പാപിയായ മനുഷ്യനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞേക്കാം. യോനായെ എടുത്ത് നേരെ ഞാനിങ്ങനെ വിഭാവന ചെയ്യാം. മറ്റു ജോലിക്കാരെല്ലാവരും കൂടി 2 പേര് കാലേലും 2 പേര് കയ്യേലും പിടിച്ചിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം 1 2 3 നല്ല ആട്ടി ഒരൊറ്റ ഏറെ കൂടെ കൊടുത്ത് കാണും. നേരെ യോന ചെന്ന് കടലിന്റെ നടുക്ക് ചെന്ന് വീണു. അവിടെ ഇതാ വലിയൊരു തിമിംഗലം തുറന്ന വായുമായിട്ട് നിൽക്കുകയാണ്. യോന നേരെ ഡൈവ് ചെയ്ത് തിമിംഗലത്തിന് വായിലോട്ടാണ് പോകുന്നത്. ആ തിമിംഗലം ആ യോനായി അങ്ങനെ തന്നെ വിഴുങ്ങി. അപ്പൊ യോനയ്ക്ക് മനസ്സിലായി, ദൈവം നമ്പുരാനെ പറ്റിച്ച് പോയിട്ട് കാര്യമില്ല, അവൻ പിടികൂടി എവിടെയായിരുന്നാലും. നമ്മളും പലപ്പോഴൊക്കെയും ദൈവത്തെ കാണാതെ പോകാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ബൈപ്പാസ് ചെയ്ത് പോകും. പക്ഷെ ബൈപ്പാസ് തുടങ്ങുമ്പോഴേക്കും നമ്പുരാൻ കഴുത്തിന് കയറി പിടിക്കും. എടാ മോനെ, നീ എവിടെയെ പോകണമെങ്കിൽ ഇതിലെ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പിടിച്ചു. നമ്മുടെ ജീവിതം പരിശോധിച്ച് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. യോനായെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. നീ നിനവായിലേക്ക് പോകുന്നതിനോ തർശീശിലേക്ക് പോകുന്നതിനോട് ആര് പറഞ്ഞു? നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. യോന അവിടെ കിടന്ന് വല്ലതും ചെയ്യാൻ പറ്റും? തിമിംഗലാണെങ്കിൽ നല്ലൊരു ഇരയെ കിട്ടിയ ആ ആഹ്ലാദത്തില് നല്ല സൈസായി ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ വെച്ചെന്ന് തരത്തില്ല. ഇങ്ങനെ ഊളിയിട്ട് ഇങ്ങനെ നടുക്കടലിലൂടെ ഇങ്ങനെ മന്ദമായിട്ട് ഓടിച്ചാടി ആഹ്ലാദിച്ച് നടക്കുകയാണ് തിമിംഗലം. അതിനകത്തെ അവസ്ഥ എന്താ? യോന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, എന്റെ ദൈവമേ, വൃത്തിയാടാൻ പറ്റിയിരുന്നെങ്കിലും. ഇല്ലെന്ന് വൃത്തിയുണ്ട്. നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ട്രാപ്പ് വയ്ക്കും. ആ മീൻ ആ ട്രാപ്പിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല. അതിനകത്ത് ഉരുണ്ട് ചാടി മറിഞ്ഞു കിടന്നാലും രക്ഷപ്പെടാൻ പറ്റുകയില്ല. അതുപോലെ യോന തിമിംഗലത്തെ വയറ്റിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് മറയുന്നുണ്ട്, നിവൃത്തിയില്ല, നടുക്കടലിൽ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. 3-ാം ദിവസം ഛർദ്ദിച്ചു. നിനവായുടെ കരയില് തിമിംഗലം ഛർദ്ദിച്ചു. യോന എന്താ ചെയ്യുന്നത്? പിന്നെ ഒരുപാട് പ്ലാനും പദ്ധതി ഇടാൻ പോയില്ല. നേരെ എടുത്തു വെച്ച് ഓടുകയാണ് നിരവധി ജനങ്ങളുടെ ഇടയിലേക്ക്. അവിടെ ചെന്ന് അവൻ പ്രസംഗിക്കുന്നു, ജനങ്ങൾ മാനസാന്തരപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ആ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ ആ കരച്ചിലൂടെ ഉടയ തമ്പുരാന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ തിമിംഗലം തീരുമാനിക്കുന്നു, ഇവരെ ഛർദ്ദിച്ചു കളഞ്ഞേക്കാം. ഇത് അവൻ ഛർദ്ദിപ്പിച്ച് അവൻ രക്ഷപ്പെട്ട ദൈവഹിതത്തിനായിട്ട് പോവുകയാണ്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അനുസരണയോടെ കൂടെ ബലിയർപ്പിക്കാൻ തയ്യാറായെങ്കിലും ഹൃദയത്തിൽ കരഞ്ഞുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, ഭാരപ്പെട്ടുകൊണ്ട്, എന്നാലും യഹോവ തന്നാൽ എന്റെ മകനെ യഹോവയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ആ നിശ്ചയദാർഢ്യത്തോടു കൂടി ബലിയടിക്കുവാൻ പോകുന്ന അബ്രഹാമിന്റെ ആ വിങ്ങൽ യഹോവയെ ദൈവം നമ്പുരാൻ കാണുകയാണ്. അബ്രഹാമേ, അബ്രഹാമേ, എന്റെ ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ ആ ബലിയിൽ തടഞ്ഞ് കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. ഗർഭിണിയായ ഹാഗാർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ, പ്രസവത്തിന് ശേഷം കൈക്കുഞ്ഞുമായിട്ട് മരുഭൂമിയിലൂടെ പോകുമ്പോൾ, വെള്ളമില്ല, ഭക്ഷണമില്ല, കുഞ്ഞ് മരിക്കുമെന്ന അവസ്ഥയായപ്പോൾ ഹാഗാർ പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ മരണം കാണുവാൻ എനിക്ക് ശക്തിയില്ല. ആ കുഞ്ഞിനെ ഒരു ആവണിക്കും ചെടിയുടെ അങ്ങേ വശത്തെ കിടത്തിയിട്ട് പുറംതിരിഞ്ഞ് ഇപ്പുറത്ത് വന്ന് ഹാഗാർ ഇരിക്കുകയാണ്. I don't want to see the death of my child. I have no strength for that. Let the child die there. I don't want to see that. ഹാഗാർ കരഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ സ്വർഗത്തിലെ ദൈവം ഹാഗാറിന്റെ കരച്ചിൽ കേട്ട് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് ദൂതനെ പറഞ്ഞയക്കുകയാണ്. ഹാഗറേ, ഹാഗറേ, നീ എന്തിനു വിഷമിക്കുന്നു? ഹാഗർ പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ഹാഗറേ, നീ എന്റെ കുഞ്ഞിനെ എടുക്കുക, അതാ കാണും നീരോറ, നീ കുടിക്കുക, ഭക്ഷിക്കുക, ധൈര്യമായിട്ടിരിക്കുക. ദൈവത്തിന്റെ ദൂതൻ അവളെ മരുഭൂമിയിലെ കാത്ത് സംരക്ഷിച്ചതായിട്ട് വിശുദ്ധ പുസ്തകം സാക്ഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ,
കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ വലിയ ജനതയുടെ കൂടെ നടന്നു പോകുമ്പോൾ കുരുടനായ മനുഷ്യൻ യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കൂടെ ഉണ്ടായതൊക്കെയും അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കട, കർത്താവ് അതിനെ കടന്നു പോയിക്കോട്ടെ. ശിഷ്യന്മാർ പറഞ്ഞു, ശല്യപ്പെടുത്താതെ കർത്താവ് അതിനെ പോയിക്കൊള്ളട്ടെ. ആളുകളൊക്കെയും പറഞ്ഞു, കുരുടനായ മനുഷ്യൻ എന്ന് ഭിക്ഷ യാചിക്കുന്ന ഈ ശബ്ദമൊക്കെ കേട്ട് ശല്യമുണ്ടാക്കാതെ കർത്താവ് അതിനെ പോയിക്കൊള്ളട്ടെ. അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ. യേശു അവിടെ നിന്നു തിരിഞ്ഞു നോക്കി. അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വലിയ മനസ്സോടുകൂടി ആ കുരുടനെ അവൻ സൗഖ്യമാക്കുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള യഹോവയായ ദൈവം തമ്പുരാൻ, വിളിച്ചാൽ വിളി കേൾക്കുന്നവനായ ഉടയ തമ്പുരാൻ, ആ തമ്പുരാൻ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് വന്നിരിക്കുന്നത്. ആ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള, വിളിച്ചാൽ വിളി കേൾക്കുന്ന ആ ദൈവത്തെ നമുക്ക് ശാന്തമായിട്ട് ധ്യാനനിരതരായിരുന്നെന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് ആ ദൈവത്തിന്റെ കരുണ കൈക്കൊള്ളുവാണ്ടക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം നമ്മുടെ വിളി കേട്ട് പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തും.